several Malayalam films including Akashaganga, Prem Pujari and Chanda Mama. Indications are that the difference of opinion between the Sunni and Mujahid factions on women's rights for worship in mosque is deepening. The dispute intensified as the Sunni leader Kantapuram Abu Bakr Musalliyar led the prayers at Arad Jamaatul Islamiyah Mosque at Bahrain on the 3rd of this month. Mujahid leaders say that double stance of the Sunni faction on the issue has become evident with Kantapuram Musalliyar leading the prayers in a mosque where women are permitted to worship in all the days including Friday. Muslim സ്ത്രീകളെ വിദ്യാഭ്യാസം നേടാൻ പാടില്ല എന്ന് അവർ വളരെ ഖണ്ഡിതമായി പറഞ്ഞിട്ടുണ്ട്. ഫത്വകൾ പോലുണ്ട്. അതിന് കാരണം പറഞ്ഞത് മുസ്ലിം സ്ത്രീകൾ അക്ഷരം പഠിച്ചാൽ അവര് അക്ഷരം പഠിച്ചിട്ട് അതുകൊണ്ടുണ്ടാകുന്ന മറ്റുള്ള കുഴപ്പങ്ങളുണ്ടാകും, സദാചാര വിരുദ്ധപരമായ മേഖലയിലേക്ക് അവർ പോകും എന്നൊക്കെയായിരുന്നു. ഇന്നിപ്പോ അവരെന്നെ അതിനു വേണ്ടി സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്, വനിതാ കോളേജുകൾ നടത്തുന്നുണ്ട്, വനിതാ മാസികകൾ നടത്തുന്നുണ്ട്. അപ്പൊ ആ മാറ്റം അവരിങ്ങനെ ഉൾക്കൊള്ളുന്നുണ്ട്. പറഞ്ഞ കാര്യങ്ങള് മാറ്റി പറയുമ്പോൾ അനുയായികൾ അതിന് ഏത് നിലക്ക് നോക്കും എന്നുള്ളതുകൊണ്ടൊക്കെയാണ് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഒരു തരം അവ്യക്തമായ നിലപാട് തുടരുന്നത്. As soon as the Sunni leaders denied the allegations, Mujahid leaders publicized the visuals of controversial Friday prayer at the Bahrain Mosque. However, Kantapuram Abu Bakr Musalliyar denied the Mujahid allegation and said that faction was still against women's worship in mosque. ലോകത്ത് മുഴുവനും മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ വരേണ്ടതില്ലെന്ന് ഏകകണ്ഠമായി പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ ഏതാനും ചില ഈ മുജാഹിദ് ജമാഅത്ത് ലോബികൾ ഒഴിച്ച് ലോകത്ത് എവിടെയും ഇവരുടേതായ ഈ വാദം ഇല്ല എന്നതാണ് സത്യം. അല്ല, സ്ത്രീകൾക്ക് ആരാധനാ സ്വാതന്ത്ര്യമുണ്ട്. അവരെ വീട്ടിൽ വെച്ചിട്ട് ചെയ്താലാണല്ലോ സ്വാതന്ത്ര്യം കൂടുതൽ കിട്ടുക. ഒരു സ്ത്രീ നിർബന്ധമായും പള്ളിയിൽ പോകണം എന്ന് ഭർത്താവ് അവളോട് നിർബന്ധിക്കുമ്പോൾ സ്വാതന്ത്ര്യം കുറഞ്ഞു. News boycott. National Congress India President K. Murli